നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹൈഡ്രോകോളോൺ തെറാപ്പിയെക്കുറിച്ചാണ്. കോഴിക്കോട് ടൈഗ്രീസ് വാലി ആയുഷ് ഹോസ്പിറ്റൽ ഫൗണ്ടർ ആൻഡ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ UK മുഹമ്മദ് ഷരീഫാണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഹൈഡ്രോകോളോൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഹൈഡ്രോകോളോൺ തെറാപ്പി ഒരു നോൺ ഇൻവേസീവ് ആയിട്ടുള്ള, അതായത് ഡ്രഗ്ലെസ് ആയിട്ടുള്ള, ഒരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ്. ഇതിൽ കോളൺ ക്ലീൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഫ്ലഷ് ചെയ്തിട്ട് നമ്മുടെ സാധാരണഗതിയിൽ എനിമ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഏരിയ മാത്രമാണ് ക്ലീൻ ആവുന്നത്. മൊത്തം കോളൺ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഫുൾ ക്ലിയർ ചെയ്യുന്ന, ക്ലീൻ ചെയ്യുന്നൊരു പ്രോസസ്സാണ് കോളൺ ഹൈഡ്രോതെറാപ്പി. ഡോക്ടർ, ഇങ്ങനെ ഒരു ചികിത്സയെ പറ്റി കേൾക്കുന്ന ഈ അടുത്ത കാലത്താണ്. അപ്പോൾ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്നത്? ഹൈഡ്രോകോളൺ തെറാപ്പി നേരത്തെ പരമ്പരാഗതമായിട്ടൊക്കെ ചെറിയ രൂപത്തിലുണ്ടായിരുന്നെങ്കിലും ഈ ഹൈഡ്രോകോളൺ തെറാപ്പി എന്ന രൂപത്തിൽ ഒരു മോഡേൺ ടൈപ്പ് ഓഫ് സാധനമായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത് യൂറോപ്പിലൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരും ഗുജറാത്തിലൊക്കെ ഉണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആദ്യമായിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇത് ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഗട്ട് സെക്കൻഡ് ബ്രെയിൻ പോലെയാണ്. ഗട്ടിന്റെ ഹെൽത്താണ് എല്ലാം നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മെന്റലി, ഫിസിക്കലി, സ്കിന്ന് വരെ ഏത് അസുഖത്തെയും ഏത് രോഗത്തിലുള്ള ആരോഗ്യ പ്രശ്നത്തിനും ഗട്ട് ഒരു കാരണമാണ്. ഗട്ടിന്റെ ഹെൽത്ത് പ്രധാനമാണ്. ഗട്ട് ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ബേസിക്കലി പറയുമ്പോൾ ഗട്ടിൽ രണ്ട് തരത്തിലുള്ള ബാക്ടീരിയകളുണ്ട്. ബാഡുണ്ട്, ഗുഡുണ്ട്. ഇതിന്റെ ബാലൻസിങ് പ്രധാനമാണ്. ഇതിൽ ഒരു നിലക്ക് പറഞ്ഞാൽ 3:1 എന്നൊരു സംഭവമുണ്ട്. അതായത് കൂടുതൽ വേണ്ടത് എന്താണ്? ഗുഡ് ബാക്ടീരിയയും കുറച്ച് ബാഡും വേണം. സാധാരണ ഇതിൽ അങ്ങനെ ഉണ്ടാവുക. അപ്പൊ അതിന്റെ ആ ഗുഡ് ബാക്ടീരിയ എണ്ണം കൂട്ടാനും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഈ അൺഹെൽത്തി ഡയറ്റും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവൊക്കെ കൊണ്ടുണ്ടാകുന്ന ഈ ഒരു ബാലൻസിങ് ഇഷ്യൂ ക്ലിയർ ആക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം വീണ്ടും കിട്ടുകയും നമുക്ക് ഒരു മെന്റലി, ഫിസിക്കലി ഒക്കെ ഒരു ഉന്മേഷം ഉണ്ടാവുകയും മുന്നോട്ട് ഒരു കൃത്യമായ പ്ലാനുകളിലൂടെ മുന്നോട്ട് നീങ്ങാനുള്ള ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആയുർവേദം, ആയുഷ ചികിത്സകളൊക്കെ ആയിട്ടൊരു ബന്ധമുണ്ടോ? യഥാർത്ഥത്തില് ആയുർവേദത്തിലെ പഞ്ചകർമ്മയില് ഒന്നാണ് വസ്തി എന്നുള്ളത്. അപ്പോൾ ജലവസ്തി എന്ന് പറയും ആയുർവേദത്തിൽ. പണ്ട് കാലം മുതൽ ചെയ്യാറ് അത് ഇതന്നെ ഫ്ലഷാണ്. പക്ഷെ അതൊക്കെ ചെറിയൊരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ആയുർവേദത്തിലും യുനാനിയിലും ആയുഷിന്റെ മറ്റു ചികിത്സകളിലൊക്കെ ഈ ഒരു തെറാപ്പി ഉണ്ട്. എന്നാൽ ഇതൊരു സയന്റിഫിക്കലി മോഡേൺ ടൈപ്പ് ഓഫ് ഒരു ഉപകരണമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിന്റെ ആ ഒരു ഇതിന്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ തിയറി എന്നത് പറയുമ്പോൾ പരമ്പരാഗതമായിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒരു ഇപ്പം ഏറ്റവും നല്ല രൂപത്തിലുള്ള മെഷീൻ വരുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പൊ ഈ ചികിത്സയുടെ ഒരു ആവശ്യകത ഇപ്പോഴത്തെ സമയത്ത് അത് കൂടുതലാണെന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ്? യെസ് ഇതൊരു പ്രധാന ചോദ്യമാണ്. അതായത് ഇന്ന് നമുക്കറിയാം, ജങ്ക് ഫുഡ് ഓരോ സിറ്റികൾ അല്ലെങ്കിൽ ഓരോ ടൗണുകളിലും അല്ലെങ്കിൽ ഓരോ ഏരിയകളിലും ഇങ്ങനെ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, കഫ്റ്റീരിയകൾ. ഇവിടെ ഒന്നും കൊടുക്കുന്ന ഭക്ഷണം എന്തല്ല, ആരോഗ്യകരമല്ല. അത് കാരണമായിട്ട് നമ്മുടെ ചെറുപ്രായക്കാർക്കും വലിയവർക്കൊക്കെ ഗട്ടിൻ്റെ പ്രശ്നം കൂടുതലാണ്. അതിൽ ഫൈബർ വളരെ കുറഞ്ഞ ഫുഡായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അൺഹെൽത്തി ഡയറ്റ് കാരണം, അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങൾ കാരണമായിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടി വരികയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഗട്ട് തന്നെയാണ്. അപ്പം ഈ ഗട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇതിൻ്റെ ഒരു എന്താ പറയുക, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന ചികിത്സയാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി കൂടി വരുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മൾ നേരത്തെ ഉള്ളതുപോലെ ഒരു നാച്ചുറൽ ഫുഡോ അല്ലെങ്കിൽ അതൊന്നല്ല കഴിക്കുന്നത്, എന്തൊക്കെയോ കഴിക്കുകയാണ്. ഓരോ നമ്മൾ കഴിക്കുന്ന മിഠായികൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അതൊക്കെ നമ്മൾ കുടിക്കുന്ന ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അൺഹെൽത്തിയാണ്, ശരീരത്തിനെ നശിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും ആദ്യ എഫക്റ്റ് വരുന്നത് എവിടെയാണ്? ഗട്ടിലാണ്. അപ്പൊ ആ ഗട്ട് ക്ലീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു പരിഹാരമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കൂടി വരാൻ ഇതിന്റെ പ്രസക്തി എന്തുകൊണ്ട് കൂടുന്നു എന്നതിന്റെ ഉത്തരം, അതായത് ഈ ഒരു ഗട്ടിന് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഗട്ട് ഹെൽത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകുന്ന ഒരു തെറാപ്പി തന്നെയാണല്ലേ ഇത്? യെസ് ഇനി ഈ ചികിത്സയ്ക്ക് പറഞ്ഞോളൂ ഡോക്ടർ, പറഞ്ഞോളൂ. അതായത് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഗട്ട് ഹെൽത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി രോഗങ്ങളുടെ കാരണം, ഇപ്പം IBS പോലത്തെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അല്ലെങ്കിൽ മാനസികമായ പല പ്രശ്നങ്ങളും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പറയും ഗട്ടിന്റെ പ്രശ്നം പറയും. ഇപ്പോൾ ഒരു ഫീൽഡ് സ്റ്റാഫ് നമ്മുടെ അടുത്ത് പലപ്പോഴും വരാം, ഈ
അതായത് ഇരിക്കാതെ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ പിന്നെ എംപ്ലോയീസ് ഒക്കെ വരുമ്പോൾ അവർക്ക് പ്രശ്നം, അവർക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കില്ല, അവർക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഗട്ടിൻ്റെ പ്രശ്നം കൂടി, പിന്നെ അവർക്ക് മാനസിക പ്രശ്നമൊന്നും അങ്ങനെ വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിനും അടിസ്ഥാന പ്രശ്നം എന്താണ്? ഗട്ടായിരിക്കും. ഗട്ടിൻ്റെ പ്രശ്നം നോക്കുമ്പോൾ എന്തായിരിക്കും? സമയത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തി ആവില്ല. ഇതൊക്കെയാണ്. അപ്പോൾ ഗട്ട് പരിഹരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാന വിഷയമാണ്. ഇപ്പോൾ ഏതൊരു ചികിത്സ ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ മരുന്നുകളായാലും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉള്ളതാണോ ഇത് എന്നുള്ളൊരു ചോദ്യം പൊതുവേ കേൾക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചികിത്സയെ ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടോ? സൈഡ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. ഇത് നമ്മളെല്ലാം ഇതിൻ്റെ ഡോക്ടേഴ്സ് അടക്കം, ഇതിൻ്റെ ടീമിൽ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, നമ്മളെല്ലാവരും പിന്നെ അന്വേഷിച്ച് പഠിച്ചിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല, ചെയ്യുന്നില്ല, നമ്മൾ എന്തെങ്കിലും ഇഞ്ചക്ഷൻസോ മറ്റോ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ പിന്നെ അനൽ വഴി അനസ് വഴി നമ്മുടെ വെള്ളം ഈ വാം വാട്ടർ കടത്തി വിട്ട് ഫ്ലഷ് ചെയ്യാന്നുള്ള മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും സേഫാണ്. ആ വാട്ടർ പോലും ബോഡി ടെമ്പറേച്ചർ അനുസരിച്ചുള്ള വാം ആക്കിക്കൊണ്ടാണ് കൊടുക്കുന്നത്. അതിന് വേണ്ട സ്പെഷ്യലായിട്ടുള്ള ഉപകരണങ്ങൾ, ഒരാൾക്ക് ഉപയോഗിച്ച ഉപകരണം മറ്റുള്ളവർക്ക് ഉപയോഗിക്കില്ല. അത്രയും സേഫായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഒന്നും തന്നെ വരുന്നില്ല. ചില കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ടാവാം, ചില കേസിൽ ഇത് ചെയ്യാൻ പാടില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതാണ് ഇപ്പോൾ ഈ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുന്ന ഏത് സമയത്ത് അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ചികിത്സയ്ക്കായി ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരേണ്ടത്? അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, രണ്ട് തരത്തിൽ രോഗികൾക്ക് വരാം. രോഗികൾ ഇങ്ങനെ വെയിറ്റ് കുറക്കണം, അപ്പോൾ ഒന്ന് ഡീടോക്സ്, വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി മുതൽ എനിക്ക് ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്ത് വെയിറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ എന്തെങ്കിലും ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഗർഭപാത്രം താവുന്ന അസുഖമുണ്ട്, വയറിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ വയറ് ചാടുന്നുണ്ട്. ഇങ്ങനത്തെ പ്രശ്നത്തിലൊക്കെ ആദ്യമായിട്ട് ഒന്ന് വയറ് കഴുകി ഇനി എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാം എന്ന രൂപത്തിൽ വരാം. രണ്ടാമത്തെ കാര്യം റെജുവനേഷൻ ആയിട്ട് വരാം. അതായത് ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് അങ്ങോട്ട് ഒന്ന് മെൻ്റലി ഫിസിക്കലി ഒന്ന് ഡീടോക്സ് ചെയ്ത് ഒന്ന് റിജുവനേറ്റ് ചെയ്ത് എനിക്കൊന്ന് ബോഡി ക്ലൻസിങ് ചെയ്തൊന്ന് കൃത്യമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് വന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലീൻ ആകുമ്പോഴേക്ക് നമ്മൾ ഇനിയുള്ള ലൈഫിലേക്ക് ഒരു എന്താ പറയുക, ഒരു വണ്ടി സർവീസ് ചെയ്യുമ്പോണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്ത് പിന്നുണ്ടല്ലോ നമുക്ക് കൊടുക്കുന്നതൊക്കെ ഒന്ന് കൃത്യമായിരിക്കുക, ഇനി നല്ലോണം ഓടിക്കുക എന്ന് പറയും പോലെ ആ ഒരു അടിസ്ഥാന പ്രശ്നം ഒന്ന് ക്ലീൻ ആകുമ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് നടക്കുന്ന വേസ്റ്റുകളൊക്കെ ഒന്ന് കളഞ്ഞ് ഈ ഗ്ലൂട്ടൻ ഫുഡുകളൊക്കെ ഒരുപാട് കഴിച്ചിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ആവശ്യമില്ലാത്തതൊക്കെ കഴിച്ചിരിക്കാം. അതൊക്കെ ഉണ്ടാക്കിയ എഫക്റ്റുകൾ, അതൊക്കെ കെട്ടിക്കിടക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാകുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉദ്ദേശിക്കുന്ന രണ്ട് രൂപത്തിലും ഈ കോളോൺ ഹൈഡ്രോതെറാപ്പിക്ക് വേണ്ടി വരാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും ഇതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ടോ? എത്ര പ്രായത്തിലുള്ളവർ വേണം? അസുഖം ഉള്ളവരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാത്ത ആളുകളെ പറ്റി ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വരാനായിട്ട് എന്തെങ്കിലും ഏജ് ലിമിറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് ഇത് കൂടുതൽ ആവശ്യം, അല്ലെങ്കിൽ പുരുഷന്മാർക്കാണ്, അങ്ങനെ നമുക്ക് പറയാനുണ്ടോ ഇതിൽ? അങ്ങനെയൊന്നുമില്ല. 10 വയസ്സിന് ശേഷം ചെയ്യാമെന്നാണ് അവർ ഇതിൻ്റെ ഉണ്ടാക്കിയ ആൾക്കാർ പറയുന്നത്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് നിർദ്ദേശിക്കുന്നത് ഒരു 20 വർഷത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ 15 വർഷത്തിന് ശേഷമുള്ള ആൾക്കാർക്ക് ആർക്കും ഉപയോഗിക്കാം, ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അതായത് ഒരു വെറുതെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ഉത്തരത്തിൽ പറഞ്ഞ രൂപത്തിൽ ഈ ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലും ഉപയോഗിക്കാം. പിന്നെ ചില ഉപയോഗിക്കാൻ പറ്റാത്ത, ചിലത് ഇത് ചെയ്യാൻ പറ്റാത്ത ചില കേസുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹിമറോയിഡ് പൈൽസിൻ്റെ ഇഷ്യൂസ് കൂടുതലാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ ചില പിന്നെ ഹെർണിയകൾ ഇതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചില ഇന്റേണൽ ആയിട്ടുള്ള വയറുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. BP വളരെ കൂടുതലാണെങ്കിൽ ശ്രദ്ധിക്കണം. അങ്ങനെ അപ്പോൾ ഒരു ഡോക്ടറുടെ, ഞങ്ങളോടൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ കംപ്ലീറ്റ് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് അയക്കുള്ളൂ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു ഡോക്ടർ സൂപ്പർവിഷൻ ആവശ്യമാണെന്ന് അർത്ഥം. ഇപ്പോൾ ഡോക്ടർ ഏത് സാഹചര്യത്തിലാണ് ഇത് പാടില്ലാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ അസുഖങ്ങളുള്ളവർക്കാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പറ്റില്ല, ഈ ഒരു ചികിത്സാ രീതി സാധ്യമല്ല എന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അതിൽ പ്രധാനമായിട്ട് ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ ഇന്നലത്തെ അനുഭവം പറയാം. BP ഉള്ള ഒരാൾ വന്നു. BP ഉള്ള ആൾ വന്നാൽ നമ്മൾ ഉടനെ ഹൈ BP ആണ്, അപ്പൊ നമ്മൾ പറഞ്ഞാൽ പറ്റില്ല. BP മരുന്ന് കൊടുത്തു, കുറച്ച് കൂൾ ഡൗൺ ആക്കി, അതുപോലെ കുറച്ച് ഫുഡൊക്കെ ഹെൽത്തി ഡയറ്റ് കൊടുത്തു, കുറച്ച് ഉറക്കി, വൈകുന്നേരം ആകുമ്പോഴേക്കും BP നോർമലായി. അപ്പൊ അദ്ദേഹത്തിന് ചെയ്തു. അപ്പൊ അതുപോലെ ഇപ്പൊ വേറൊരു കേസ് മെനിയാന്ന് വന്നിരുന്നു. അവർക്ക് എന്ത് വേണം, അവർക്ക് അവർക്ക് ഡോക്ടർ നോക്കുന്ന സമയത്ത് ഉള്ളിൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ എന്ത് വേണം, USG ചെയ്യാൻ വേണ്ടി വിട്ടു. USG ചെയ്ത് വന്നു, നോർമലാണ്, പ്രശ്നമില്ലാന്ന് തോന്നിയപ്പോൾ ചെയ്തു. അതായത് ഇതിന്റെ മുമ്പ് വേറെ കേസ് വന്നു. അവർക്ക് ഗർഭപാത്രം താവുന്ന ഒരു വിഷയമാണ്.
അപ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയണം. അപ്പോൾ കൃത്യമായിട്ട് അതിന്റെ USG ചെക്ക് ചെയ്തിട്ട് അങ്ങനെ, അതായത് അസുഖങ്ങൾ ഉണ്ടോ എന്ന് അറിയൽ നിർബന്ധമാണ്. അതോടുകൂടി തന്നെ പൈൽസ് പോലത്തെ, നേരത്തെ പറഞ്ഞ ഹിമറോയിഡ് പോലത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ട് അതൊക്കെ നോക്കണം. അതായത് ഹിമറേജിനൊന്നും ഒരിക്കലും എന്താവും കാണില്ല, ഇത് ഹിമറേജിനൊന്നും ഇത് കാരണമാകാൻ പാടില്ല. അതൊക്കെ ചെക്ക് ചെയ്ത് കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സംശയമാണ്, ഇത് ചെയ്യുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ളതൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ടോ ഭാവിയിലെങ്കിലും? കോൺസ്റ്റിപ്പേഷൻ ഒരിക്കലും വരില്ല. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കോളോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്കറിയാം കോളോൺ എന്ന് പറയുമ്പോൾ തന്നെ ഇൻറ്റസ്റ്റൈൻസ്, കുടലുകൾ, എന്താ പറയുക, അതിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞിട്ടാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാർജ് ഇൻറ്റസ്റ്റൈൻ ഒരു ഇങ്ങനെ മേലോട്ടുള്ളത് അസെൻഡിങ് കോളോൺ, പിന്നെ ട്രാൻസ്വേഴ്സ് കോളോൺ, പിന്നെ ഡിസെൻഡിങ് കോളോൺ. ഈ ഭാഗങ്ങളിലൊക്കെ ഇത് നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് വലുത്, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനെക്കാട്ടിലും എത്രയോ വീതിയാണല്ലോ, അല്ലെങ്കിൽ എത്രയോ വലുപ്പമാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ അതിൻ്റെ ഫോൾഡുകളിലൊക്കെ കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകളൊക്കെ കളയാൻ ഇത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ എനിമ ചെയ്യുമ്പോൾ ഇതിൻ്റെ എൻഡിലുള്ള സിഗ്മോയിഡ് അല്ലെങ്കിൽ റെക്ടം വരെ മാത്രമാണ് ക്ലീൻ ആവുന്നത്. പക്ഷെ ഇതിൽ വാട്ടർ ഇങ്ങനെ കടത്തി വിടുന്നത് കൊണ്ട് ഏകദേശം 30 ലിറ്റേഴ്സ് അല്ലെ അതിൽ കൂടുതൽ വെള്ളം ഉള്ളിലോട്ട് കടത്തി വിടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഞാൻ പറഞ്ഞ ഈ കോളൺ കംപ്ലീറ്റ്, ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ കംപ്ലീറ്റ്ലി വെള്ളത്തുകയും ക്ലീൻ ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു എഫക്റ്റ്, അതായത് നേരത്തെ നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോഴൊക്കെ ഉണ്ടായ വേസ്റ്റുകളൊക്കെ അത് പുറത്തു പോകാനും അങ്ങനെ ഒരു എനർജി തിരിച്ചു വരാനും സാധ്യതയല്ല, അത് എനർജി തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റാത്ത കേസുകൾ എന്ന് പറയുമ്പോൾ ഈ ഹെമറോയിഡും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആളുടെ ഹെൽത്ത് നോക്കണം. വളരെ വീക്കാണോ, വളരെ പ്രായമുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നത്. ഇതിൻ്റെ ഈ പ്രൊസീജിയർ എങ്ങനെയാണ്? ഇത് എത്ര സമയത്തെ ഒരു പ്രൊസീജിയറാണ്? ഇത് നമ്മൾ അഡ്മിറ്റ് ആയി ചെയ്യേണ്ടതാണോ? അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയുമോ? ഈ പ്രൊസീജിയർ ഒരു 45 മിനിറ്റ്സ് ടു 1 hour വരെ സമയമെടുക്കും. ഇത് അഡ്മിറ്റ് ചെയ്ത് ചെയ്യണമെന്നില്ല. ഇതിന് ചില കണ്ടീഷൻസ്, നമുക്കറിയാം, ഒരു ചികിത്സ പൂർണ്ണമാണെങ്കിൽ അതിന്റെ ചില നിബന്ധനകൾ കൂടി പാലിക്കണം. അപ്പോഴാണ് അതിന്റെ പൂർണ്ണമായ റിസൾട്ട് കിട്ടുക. അപ്പൊ അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ദിവസമെങ്കിലും നമ്മളൊന്ന് ഫുഡൊക്കെ ഒന്ന് ലൈറ്റ് ഫുഡ് ആക്കുക. ഇത് ചെയ്യുന്നതിന് 4 മണിക്കൂർ മുമ്പ്, അതായത് 4 മണിക്കൂറിന്റെ ആ സമയത്ത് എന്താക്കരുത്, ഹെവി ഫുഡ് തീരെ കഴിക്കരുത്, വെള്ളം മാത്രം കുടിക്കുക. ഒരു ദിവസം മുമ്പ് തന്നെ മീറ്റൊക്കെ ഒന്ന് ഒഴിവാക്കുക. അങ്ങനെ വരുമ്പോൾ കൂടുതൽ എഫക്റ്റ് വരും. അതേപോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിന് ഒരിക്കലും ഹെവി ഫുഡ് കഴിക്കാതെ വളരെ, ഞാനിത് ഗുജറാത്തിൽ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ നിർദ്ദേശിച്ചത് കിച്ചടി കഴിക്കാൻ പറഞ്ഞു. നല്ല ഈ എന്താ പറയാ, വെജിറ്റബിൾ കൊണ്ടുള്ള വളരെ ലൈറ്റ് ഫുഡ്. ആ ലൈറ്റ് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ, ഓൾറെഡി ഫുൾ ക്ലീൻ ആയി കിടക്കുകയാണ്. അപ്പൊ അതിലേക്ക് ഹെവി ഫുഡ് കൊടുക്കരുത്. അപ്പൊ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കേണ്ടത്. അങ്ങനെ പിന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് കുറച്ചുകൂടി അങ്ങനെ ലൈറ്റായി ഫുഡ് തന്നെ കഴിക്കുക. പിന്നെ മുന്നോട്ട് നല്ലൊരു പോളിസി ഉണ്ടാക്കാനും പറ്റും. അതായത് ഇനി അങ്ങോട്ട് വളരെ സ്പൈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ ശരീരത്തെ നശിപ്പിക്കുന്ന, ഗട്ടിനെ നശിപ്പിക്കുന്ന, അൾസർ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ഈ ഫൈബർ കുറഞ്ഞ ജങ്ക് ഫുഡുകളൊക്കെ ഒന്ന് കുറച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഫുഡ് കൾച്ചർ കൊണ്ടുവരാനുള്ള ഒരു ഇന്റൻഷൻ കൂടി വന്നു കഴിയുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും വരുന്നത്. ഇതിൻ്റെ ഒരു സമയം എങ്ങനെയാണ്? ഇത് ഒരു തവണ മാത്രമാണോ ചെയ്യേണ്ടത്? ഈ പറഞ്ഞതുപോലെ ഈ ഒരു കേരളത്തിൽ വേറെ എവിടെയും ഈ ഒരു ചികിത്സാ രീതി ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ആളുകൾ ഇപ്പോൾ വരുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഡോക്ടർ തന്നെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഇപ്പോഴത്തെ ആളുകളൊക്കെ കഴിക്കുന്ന ഫുഡൊക്കെ, ഒരുപാട് പേര് പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡാണ് കൂടുതലും നമ്മൾ ഓപ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഇത് കുറച്ചുകൂടി അത്യാവശ്യം, അല്ലെങ്കിൽ ഇത് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ ഫലപ്രദമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിലേക്ക് വരുന്നുണ്ടോ? ഇത് എത്ര സമയം ചെയ്യണം, അല്ലെങ്കിൽ ഇത് എത്ര തവണ? നമുക്ക് അറിയാം, ഒരു ഡോക്ടറിനെ കാണുമ്പോൾ അതിൻ്റെ ഒരു സിറ്റിംഗ് പിന്നീടും ഒക്കെ നമ്മൾ അതിൻ്റെ റിവ്യൂവിനൊക്കെ വേണ്ടി വരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഇതൊരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയാവും സാധാരണഗതിയിൽ. ഇനി അസുഖമുള്ളവർക്ക്, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, വെയിറ്റ് കുറക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഡീടോക്സ് വേണമെന്ന് ഉദ്ദേശിക്കും. ഇപ്പൊ പ്രധാനപ്പെട്ട ചില ഡീടോക്സ് സെന്റർ ബാംഗ്ലൂരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരാഴ്ചത്തെ ഡീടോക്സിന് പോയി കഴിഞ്ഞാൽ അവർ 2 പ്രാവശ്യം ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ അത് ക്ലീൻ ആവുന്നതോട് കൂടി തന്നെ നമുക്ക് ഡീടോക്സ് നടക്കുകയും ബോഡിയിൽ പ്രത്യേകമായ എഫക്ട് ഉണ്ടാവുകയും നമുക്ക് മുന്നോട്ട് ഒരു കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി തരികയും ചെയ്യും. അപ്പൊ ആ നിലക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ നിർദ്ദേശിക്കുന്നത്, ആസ് എ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം മതിയാവും. അതേസമയത്ത് ഇനി വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ മുന്നോട്ട് വളരെ കൃത്യമായിട്ടാണ്, ഫുഡൊക്കെ കൺട്രോൾഡ് ആണ്, നമ്മൾ ഹെൽത്തി ഡയറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ എല്ലാ വർഷവും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 5 yearsലൊക്കെ ചെയ്താൽ മതിയാവും.
എന്നാൽ തീരെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ 6 മാസത്തിലും വേണം ചെയ്യാം. രോഗമുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ മാനേജ് ചെയ്യാൻ, വെയിറ്റ് ലോസിന് വേണ്ടിയൊക്കെ കുറച്ച് കൂടുതൽ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അതേസമയത്ത് ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട്. ബാംഗ്ലൂരും പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. യൂറോപ്പിൽ നേരത്തെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇനിയും വരും. ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവന്നത് മാത്രം. ഇപ്പോൾ ഈ ആളുകളിലേക്ക് ഈ ഒരു ചികിത്സാ രീതിയെ പറ്റി ഡോക്ടർ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആളുകൾക്ക് ഇതറിയാത്ത ഒരാളിനോട് വളരെ ചെറിയ രീതിയിൽ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്? ഇത് നമ്മുടെ ശരീരത്തിലെ ഇൻഡസ്റ്റൈൻസ് അവസാന ഭാഗമായിട്ടുള്ള സിഗ്മോയിഡ് റെക്ടം കഴിഞ്ഞ് മേലോട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ കോളൻ കംപ്ലീറ്റ്ലി കഴുകുന്ന ഒരു പ്രക്രിയയാണ്. യഥാർത്ഥത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തിയാവട്ടെ, ഹുക്കിനാവട്ടെ, എനിമയാവട്ടെ, ഇതൊക്കെ ചെറിയ ഭാഗം മാത്രമാണ് ക്ലീൻ ആവുന്നത്. അപ്പോൾ നേരത്തെ ഏറ്റവും കൂടുതൽ ഫുഡ് കെട്ടിക്കെടുക്കുന്ന ഭാഗം കോളനാണ്. ആ കോളനിൽ കംപ്ലീറ്റ്ലി കഴുകുക എന്നുള്ള ഒരു സംഭവം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹമാണ് ഇവിടെ സഫലീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു സ്ക്രീനും കാണിക്കുന്നു. ആ സ്ക്രീനിൽ നമുക്ക് ഇങ്ങനെ കാണാം ഇതിങ്ങനെ എത്രത്തോളം മലം അല്ലെങ്കിൽ എത്രത്തോളം വേസ്റ്റുകൾ, എത്രത്തോളം ബാഡ് ബാക്ടീരിയ പോകുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ സേഫ് ആയിട്ടില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കൺസൾട്ടിങ്ങിൽ ഡോക്ടർ കംപ്ലീറ്റ്ലി ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ ആ മെഷീൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. അവിടെ ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളാണെങ്കിൽ സ്പെഷ്യലി ട്രെയിൻഡ് ആണ്. അപ്പൊ എല്ലാ നിലക്കും സേഫ് ആയിട്ടുള്ള ഒരു ചികിത്സയാണ്. നമ്മൾ നേരത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്ത് വയറൊന്ന് കഴുകി കംപ്ലീറ്റ് ഒന്ന് കഴുകി ഇനി മുന്നോട്ട് ശ്രദ്ധിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അവർക്ക് എല്ലാവർക്കും ഇത് ആവശ്യമാണ്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വയറിന് ഇഷ്യൂ ഇല്ലാത്തവർ, ഗട്ടിന് ഇഷ്യൂ ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്യൂ ഉണ്ട്. അപ്പൊ ആ നിലക്ക് നോക്കിക്കഴിഞ്ഞാലും ഇത് ഒരു ഗട്ടിന്റെ ഒരു സൊല്യൂഷൻ, ഒരു ബാക്ടീരിയകളൊക്കെ ഒന്ന് ഗുഡ് ബാക്ടീരിയ കൂട്ടിയാലും ഈ ബാലൻസിങ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാനും ഈ നമ്മുടെ ഈ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിൽ നിന്നും ഇമ്മ്യൂണിറ്റി കുറഞ്ഞ അവസ്ഥയിൽ നിന്നൊക്കെ ഉണ്ടായ നമ്മുടെ വയറിൻ്റെ ഇഷ്യൂസിന് പരിഹാരം ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലൊരു ചികിത്സ ആയതുകൊണ്ട് ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. വളരെ അതായത് ഇത് ഇന്ന് ചെയ്തവർ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഇതിങ്ങനെ വേർഡ് ഓഫ് മൗത്തായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇഷ്ടംപോലെ ആളുകൾ ഇതിന് വരുന്നുണ്ട്. നമുക്ക് അധികം പരിചിതമല്ലാത്ത ഹൈഡ്രോകോളൻ തെറാപ്പി എന്നുള്ള ഒരു ചികിത്സാ രീതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. വളരെ കൃത്യമായി തന്നെ ഡോക്ടർ അതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. കോഴിക്കോട് ടൈഗ്രിസ് വാലി ആയുഷ് ഹോസ്പിറ്റൽ ഫൗണ്ടർ ആൻഡ് സീനിയർ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ UK മുഹമ്മദ് ഷെരീഫാണ് നമ്മളോട് ഈ കാര്യങ്ങൾ, നമ്മുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി തന്നത്. ആരൊക്കെ ചെയ്യണം, ഏതൊക്കെ സമയത്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ ഗുണം, അല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സാ രീതികൾ, അങ്ങനെ എല്ലാം കൃത്യമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നു. വളരെ നന്ദി ഡോക്ടർ പരിപാടിയിൽ പങ്കെടുത്തതിന്. ഓക്കെ, താങ്ക് യു. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.